നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തികളിൽ 4-ാം സ്ഥാനത്തേക്ക് ഇന്ത്യ ഉയർന്നിരിക്കുകയാണ്. ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് 2025-ലാണ് ഈ റാങ്കിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിലും രസകരമായ കാര്യം പാകിസ്ഥാൻ 9-ാം സ്ഥാനത്ത് നിന്ന് 12-ാം സ്ഥാനത്തേക്ക് താഴ്ന്നു പോയിരിക്കുന്നു എന്നതാണ്. നമുക്ക് ആദ്യം ഈ റിപ്പോർട്ടിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് എന്നത് ലോകത്തിലെ രാജ്യങ്ങളുടെ സൈനിക ശക്തി അളക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചികയാണ്. 60-ലധികം വ്യത്യസ്ത ഘടകങ്ങൾ പരിഗണിച്ചാണ് ഈ റാങ്കിംഗ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ റാങ്കിങ്ങിന്റെ ടോപ്പ് 5 നോക്കാം. 1-ാം സ്ഥാനത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. 2-ാം സ്ഥാനത്ത് റഷ്യയും, 3-ാം സ്ഥാനത്ത് ചൈനയും, 4-ാം സ്ഥാനത്ത് നമ്മുടെ ഇന്ത്യയും, 5-ാം സ്ഥാനത്ത് ദക്ഷിണ കൊറിയയുമാണ്. ഈ റാങ്കിംഗ് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്: ഇന്ത്യ ഇപ്പോൾ ഒരു മഹാശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണത്. ഇനി നമുക്ക് ഇന്ത്യയുടെ സൈനിക ശക്തിയെക്കുറിച്ച് വിശദമായി നോക്കാം. ആദ്യം നമ്മുടെ കരസേനയുടെ കാര്യമെടുക്കാം. 14.5 ലക്ഷം സജീവ സൈനികരും 11.5 ലക്ഷം റിസർവ് സൈനികരും 25 ലക്ഷത്തിലധികം പാരാമിലിറ്ററി സൈനികരുമാണ് നമുക്കുള്ളത്. ഇത് ചെറിയ സംഖ്യയല്ല. ചൈനയ്ക്ക് ശേഷം ലോകത്തിലെ 2ാമത്തെ വലിയ സൈന്യമാണ് നമുക്കുള്ളത്. പക്ഷേ സൈനികരുടെ എണ്ണം മാത്രമല്ല പ്രധാനം, നമ്മുടെ ആയുധങ്ങളുടെ കാര്യവും നോക്കണം. P-90 ഭീഷ്മ ടാങ്കുകൾ, അർജുൻ ടാങ്കുകൾ, ബ്രഹ്മോസ് മിസൈലുകൾ, പിനാക റോക്കറ്റ് സിസ്റ്റങ്ങൾ എന്നിവയെല്ലാം നമ്മുടെ കരസേനയുടെ കരുത്താണ്. ഇതിൽ പ്രത്യേകിച്ച് ബ്രഹ്മോസ് മിസൈലിനെക്കുറിച്ച് പറയണം. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലാണിത്. ഇനി നമ്മുടെ വ്യോമസേനയുടെ കാര്യമെടുക്കാം. ഇവിടെയാണ് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ പുരോഗതി ഉണ്ടായിരിക്കുന്നത്. 2229 വിമാനങ്ങളാണ് നമുക്കുള്ളത്. ഇതിൽ 600 യുദ്ധവിമാനങ്ങൾ, 899 ഹെലികോപ്റ്ററുകൾ, 831 സപ്പോർട്ട് വിമാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. റഫാൽ, സുഖോയ് Su-30MKI തുടങ്ങിയ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ നമുക്കുണ്ട്. റഫാൽ വിമാനങ്ങളെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതുണ്ട്. ഫ്രാൻസിൽ നിന്നും വാങ്ങിയ ഈ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ നമ്മുടെ വ്യോമസേനയുടെ കരുത്ത് ഒരുപാട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മീറ്റിയോർ മിസൈലുകൾ, സ്കാൽപ്പ് ക്രൂയിസ് മിസൈലുകൾ തുടങ്ങിയവ വഹിക്കാൻ കഴിവുള്ള ഈ വിമാനങ്ങൾ യുദ്ധസമയത്ത് വലിയ നേട്ടമാണ് നമുക്ക് നൽകുന്നത്. ഇനി നമുക്ക് നാവികസേനയുടെ കാര്യത്തിലേക്ക് വരാം. 1,42,251 സൈനികരും 150 യുദ്ധക്കപ്പലുകളും സബ്മറൈനുകളുമുള്ള നമ്മുടെ നേവി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഏറ്റവും ശക്തമായ നാവികസേനയാണ്. INS വിക്രമാദിത്യ, INS വിക്രാന്ത് എന്നീ 2 വിമാനവാഹിനി കപ്പലുകൾ നമുക്കുണ്ട് എന്നത് വലിയ കാര്യമാണ്. ചൈനയ്ക്ക് പോലും ഇത്രയും നല്ല വിമാനവാഹിനി കപ്പലുകളില്ല. ഇതെല്ലാം കൂടാതെ ഭാരതം വളരെ പ്രധാനപ്പെട്ട ചില പദ്ധതികൾ കൊണ്ടുവരാൻ പോകുകയുമാണ്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ സ്വദേശി നിർമ്മിത യുദ്ധവിമാനമായ തേജസിന്റെ പുതിയ പതിപ്പ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടുതൽ ശക്തവും വേഗതയേറിയതുമായിരിക്കും. 2025ഓടെ ഇത് സേനയിൽ ഉൾപ്പെടുത്താനാണ് പദ്ധതി. കൂടാതെ ഭാരതം പുതിയ അർജുൻ ടാങ്കുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കൂടുതൽ സുരക്ഷയും കരുത്തും ഉണ്ടായിരിക്കും. ഇത് ചൈനീസ് ടാങ്കുകളോട് മത്സരിക്കാൻ കഴിവുള്ളതാണ്. മറ്റൊന്നാണ് 5th ജനറേഷൻ യുദ്ധവിമാനം വികസിപ്പിക്കുന്ന പദ്ധതി. ഇത് സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ളതാണ്, അതായത് റഡാറുകൾക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത വിമാനം. ഈ പദ്ധതികൾ എല്ലാം പൂർത്തിയാകുമ്പോൾ ഇന്ത്യയുടെ സൈനിക ശക്തി ഇനിയും വർദ്ധിക്കും. നമ്മൾ ഇപ്പോൾ 4-ാം സ്ഥാനത്താണെങ്കിൽ ഭാവിയിൽ 3-ാം സ്ഥാനത്തേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. 9-ാം സ്ഥാനത്ത് നിന്ന് 12-ാം സ്ഥാനത്തേക്ക് താഴ്ന്നുപോയ പാകിസ്ഥാൻ ഇപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. അവർക്ക് പുതിയ ആയുധങ്ങൾ വാങ്ങാൻ പോലും പണമില്ല. അവരുടെ F-16 വിമാനങ്ങൾ പഴയതാണ്. അവർക്ക് പുതിയ സ്പെയർ പാർട്സ് കിട്ടാൻ പോലും ബുദ്ധിമുട്ടാണ്. ഇനി നമുക്ക് ഇന്ത്യയുടെ സ്വദേശി ആയുധ നിർമ്മാണ മേഖലയിലേക്ക് കടക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ സൈനിക ശക്തി അളക്കുന്നത് അവർക്ക് എത്രമാത്രം സ്വന്തമായി ആയുധങ്ങൾ നിർമ്മിക്കാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചാണ്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങി മാത്രം ഒരു രാജ്യത്തിന് ശക്തമാകാൻ കഴിയില്ല. ഇക്കാര്യത്തിൽ ഇന്ത്യ വളരെ മുന്നിലാണ്. തേജസ് യുദ്ധവിമാനം, അർജുൻ ടാങ്ക്, ധ്രുവ് ഹെലികോപ്റ്റർ, പിനാക റോക്കറ്റ് സിസ്റ്റം, അഗ്നി മിസൈലുകൾ, പൃഥ്വി മിസൈലുകൾ എന്നിവയെല്ലാം നമ്മൾ സ്വന്തമായി നിർമ്മിക്കുന്നവയാണ്. ഇതിൽ തന്നെ തേജസ് യുദ്ധവിമാനത്തെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതുണ്ട്. ഈ വിമാനം ഇപ്പോൾ മറ്റു രാജ്യങ്ങളും വാങ്ങാൻ താൽപ്പര്യം കാണിക്കുന്നുണ്ട്. ഇത് നമ്മുടെ സാങ്കേതിക വിദ്യയുടെ മികവ് കാണിക്കുന്നു. ന്യൂക്ലിയർ ശക്തിയുടെ കാര്യത്തിലും ഇന്ത്യ മുൻപന്തിയിൽ തന്നെ ഉണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ലോകത്തിലെ 6 ന്യൂക്ലിയർ ശക്തികളിൽ ഒന്നാണ് ഇന്ത്യ. നമ്മുടെ കൈവശം 160 മുതൽ 200 വരെ ആണവായുധങ്ങളുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അഗ്നി 5 മിസൈലുകൾ 5000 കിലോമീറ്റർ ദൂരം വരെ ലക്ഷ്യം വയ്ക്കാൻ കഴിവുള്ളതാണ്. ഇത് ചൈനയിലെ ഏത് നഗരത്തെയും ലക്ഷ്യം വയ്ക്കാൻ നമുക്ക് സാധിക്കുമെന്ന് തെളിയിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ ഒരിക്കലും ആക്രമണോത്സുക നയം പിന്തുടരുന്ന രാജ്യമല്ല. നോ ഫസ്റ്റ് യൂസ് എന്ന നയമാണ് നമ്മൾ ആണവായുധങ്ങളുടെ കാര്യത്തിൽ പിന്തുടരുന്നത്. അതായത് ആദ്യം ആക്രമിക്കുക എന്ന നയമല്ല, മറിച്ച് പ്രതിരോധത്തിനായി മാത്രമേ ഉപയോഗിക്കൂ എന്ന നയമാണ് നമുക്കുള്ളത്.
അയൽരാജ്യങ്ങളുടെ കാര്യത്തിലേക്ക് വരാം. മുൻപ് പറഞ്ഞതുപോലെ പാകിസ്ഥാൻ 12ാം സ്ഥാനത്തേക്ക് താഴ്ന്നു. അവരുടെ സാമ്പത്തികാവസ്ഥ വളരെ മോശമാണ്. IMF-ൽ നിന്ന് കടം വാങ്ങാൻ പോലും അവർക്ക് ബുദ്ധിമുട്ടാണ്. പാകിസ്ഥാനിലെ പട്ടാളം പോലും ശമ്പളം കിട്ടാതെ വിഷമിക്കുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട്. ചൈനയുടെ കാര്യമെടുത്താൽ അവർ 3ാം സ്ഥാനത്താണ്. പക്ഷേ അവരുടെ സൈന്യത്തിന് യഥാർത്ഥ യുദ്ധാനുഭവം കുറവാണ്. 1979-ൽ വിയറ്റ്നാമുമായുള്ള യുദ്ധം കഴിഞ്ഞ് ചൈനീസ് സൈന്യം ഒരു വലിയ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. അതേസമയം ഇന്ത്യൻ സൈന്യം നിരന്തരം കാർഗിൽ യുദ്ധം, സിയാച്ചിൻ, ഗാൽവാൻ തുടങ്ങിയ സംഘർഷങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി അമേരിക്കയുമായുള്ള ബന്ധം നോക്കാം. ക്വാഡ് കൂട്ടായ്മയിലൂടെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സൈനിക സഹകരണം വളരെ ശക്തമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്തോ പസഫിക് മേഖലയിൽ ചൈനയുടെ ആധിപത്യം തടയുന്നതിന് ഈ സഖ്യം വളരെ പ്രധാനമാണ്. റഷ്യയുമായുള്ള പരമ്പരാഗത സൈനിക ബന്ധവും നമുക്കുണ്ട്. നമ്മുടെ ആയുധങ്ങളിൽ 60% റഷ്യൻ നിർമ്മിതമാണ്. S-400 മിസൈൽ പ്രതിരോധ സംവിധാനം, സുഖോയ് വിമാനങ്ങൾ, മിഗ് വിമാനങ്ങൾ എന്നിവയെല്ലാം റഷ്യയിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ പതിയെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധങ്ങളിലേക്കും തിരിയുന്നുണ്ട്. റഫാൽ ഉദാഹരണമാണ്. ഇസ്രായേലുമായുള്ള സൈനിക സഹകരണവും അമേരിക്ക പോലെ തന്നെ വളരെ പ്രധാനമാണ്. ഡ്രോണുകൾ, റഡാർ സംവിധാനങ്ങൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയുടെ കാര്യത്തിൽ ഇസ്രായേലുമായി നമുക്ക് വലിയ സഹകരണമുണ്ട്. ബറാക്ക് 8 മിസൈൽ പ്രതിരോധ സംവിധാനം ഇതിന് ഉദാഹരണമാണ്. ഇനി നമുക്ക് ഭാവിയിലെ വെല്ലുവിളികളിലേക്ക് കടക്കാം. ഇവിടെ ചില പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1. ചൈനയുടെ വർദ്ധിച്ചുവരുന്ന സൈനിക ശക്തി. ചൈന വളരെ വേഗത്തിൽ സൈനിക ആധുനികവൽക്കരണം നടത്തുകയാണ്. അവരുടെ നാവികസേന, വ്യോമസേന എന്നിവ വളരെ ശക്തമായി വളരുന്നു. 2. സാങ്കേതിക വെല്ലുവിളികൾ. ഇന്ന് യുദ്ധമുഖം മാറിക്കൊണ്ടിരിക്കുകയാണ്. സൈബർ യുദ്ധം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്വയം നിയന്ത്രിത ആയുധ സംവിധാനങ്ങൾ എന്നിവയുടെ കാലമാണിത്. ഈ മേഖലകളിൽ നമ്മൾ കൂടുതൽ മുതൽമുടക്ക് നടത്തേണ്ടതുണ്ട്. 3. സാമ്പത്തിക വെല്ലുവിളികൾ. സൈന്യത്തെ ആധുനികവൽക്കരിക്കാൻ വലിയ തുക വേണം. നമ്മുടെ പ്രതിരോധ ബജറ്റ് $70 ബില്യൺ മുകളിലാണ്. പക്ഷേ ചൈന $230 ബില്യൺ ചെലവഴിക്കുന്നു. 4. സ്വദേശി നിർമ്മാണത്തിലെ വെല്ലുവിളികൾ. നമ്മൾ ഇപ്പോഴും 60% ആയുധങ്ങളും ഇറക്കുമതി ചെയ്യുകയാണ്. സ്വദേശി നിർമ്മാണം കൂടുതൽ ശക്തിപ്പെടുത്തണം. 5. ജിയോപൊളിറ്റിക്കൽ ഇഷ്യൂസ്. റഷ്യ യുക്രൈൻ യുദ്ധം പോലുള്ള സംഭവങ്ങൾ നമ്മുടെ ആയുധ ഇറക്കുമതിയെ ബാധിക്കുന്നുണ്ട്. റഷ്യയിൽ നിന്നുള്ള സ്പെയർ പാർട്സുകൾ കിട്ടാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ നമ്മൾ തയ്യാറാവണം. എന്നാൽ എല്ലാ വെല്ലുവിളികളെയും നേരിടാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട്. അതിനായി നമ്മൾ പ്രയത്നിക്കുന്നുമുണ്ട്. നമ്മുടെ സൈനിക നേതൃത്വം, ശാസ്ത്രജ്ഞർ, എഞ്ചിനീയർമാർ എന്നിവരെല്ലാം ഇതിനായി കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. ഈ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് റാങ്കിംഗ് നമ്മുടെ പ്രയത്നങ്ങളുടെ ഫലം കൂടിയാണ്. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്ത്യ ആരെയും ആക്രമിക്കാൻ പോകുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആരെങ്കിലും നമ്മളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അതിന് തക്കതായ മറുപടി കൊടുക്കാനുള്ള ശേഷി നമുക്കുണ്ട്. അതാണ് ഈ റാങ്കിംഗ് നമ്മോട് പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോ സുഹൃത്തുക്കളിലേക്കു ഷെയർ ചെയ്യാനും മറക്കരുത്. അത് ഈ ചാനൽ തുടർന്നുകൊണ്ട് പോകുന്നതിന് ഒരുപാട് സഹായകമാകും. ഒപ്പം ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തു കാണുന്ന ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം.